ഇതാണ് കേട്ടോ കായ ചേന നമ്മുടെ കാളനുള്ള പരിപാടിയാണ്. ഇത്ര ഐറ്റംസ് മതി കേട്ടോ കാള ഉണ്ടാക്കാൻ. ഇനി നമുക്ക് തേങ്ങ വേണം. കഷ്ണങ്ങൾ ഇത്രയും മതി, ഒരുപാട് കഷ്ണം ഉണ്ടാകാൻ പാടില്ല. ഇതന്നെ കുറച്ച് നന്നായി വെന്ത് ചേർന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം നന്നായി അരച്ച് നൈസാക്കി അരയ്ക്കുക. ഓക്കെ, ഇതാണ് കേട്ടോ അരവ്. പച്ചമുളക് ഒന്നേ ചേർത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു നുള്ളു ജീരകം. അത്രയാണ് നമ്മൾക്കിതിൻ്റെ അരക്കുക. ഇതട്ടോ നമ്മൾ നന്നായി തൈരൊഴിച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കഷ്ണമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ നാളികേരം അരച്ച് ചേർക്കാം. കായപ്പൊടി, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റായി. ഇനി നമ്മൾ ഇത് വറവിടണം. കടുക്, മുളക്, കറിവേപ്പില അങ്ങനെ വറവും ഇട്ട് സെറ്റാക്കി. ഇനി നമ്മളൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചാൽ കാളൻ റെഡി. എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ഇതിന് ഉപയോഗിക്കേണ്ടതാണ്. കാളൻ കുറുക്കുക എന്നാണ് പറയുക. അപ്പോൾ കുറുക്കി എടുക്കണമെങ്കിൽ കുറഞ്ഞ തീയിൽ വെച്ച് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വേണം. ഓക്കെ.